സോ വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ വിളിച്ചു വന്നാൽ പിന്നെ കുറച്ച് ബ്രേക്ക് എടുക്കാം, കുറച്ച് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാമെന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കമൻസ് ഒക്കെ കണ്ടു. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുള്ളൂ. ഇന്ന് മൺഡേ ആണ്, ഇന്നൊരു വീക്ക് സ്റ്റാർട്ടിംഗ് ആണ്. സോ ഐ തോട്ട് ഐ മേക്ക് ദിസ് ഡേ മോർ പ്രൊഡക്റ്റീവ്. ആൻഡ് ഇന്ന് എനിക്ക് കുറേ പഠിക്കണം എന്നുണ്ട്. എൻ്റെ ഒരു പ്ലാൻ അങ്ങനെയാണ്. ഇനിയിപ്പോൾ വന്നിട്ട് കിടന്നിട്ടുള്ള ഭയങ്കര ടയർഡാണ്. പിന്നെ എനിക്കൊരു 15 മിനിറ്റ് നാപ്പ് എടുത്തിട്ട് പോയി കുളിച്ച് ഫസ്റ്റ് ഇന്നത്തെ ഞാനൊരു റുട്ടീൻ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം കുറച്ച് യൂസ്ഫുൾ ആക്കാം. ഞാൻ കുളിച്ചു. എൻ്റെ ഈ മൈക്കിന് ചാർജ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതെടുത്ത്. സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോറി. ഇപ്പൊ സമയം 6:21 ആൻഡ് ഞാൻ കുളിച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. കാരണം തലവേദന ഉണ്ടേനു. കുറച്ച് ഈ എന്താ പറയാ ഹെൽത്ത് വൈസ് കുറച്ച് പണി കിട്ടിയിട്ടുണ്ടേനും. പിന്നെ മെന്റലി കുറച്ച് ഭയങ്കര ഡൗൺ ആയ കുറച്ച് ടൈമേനു ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത മുതൽ. പക്ഷേ ഇന്നലെ മുതൽ ഐ ഫെൽറ്റ് സംതിങ്. 6:30 ഞാനൊരു റുട്ടീൻ ഉണ്ടാക്കി. സ്കൂളിൽ ഫ്രീ പീരീഡ് കിട്ടിയ സമയത്ത് ഇരുന്ന് ഇങ്ങനെ ഇന്നത്തെ ഒരു പ്ലാൻ പോലെ അല്ലെങ്കിൽ ഒരു എവറി ഡേ സ്കൂൾ റുട്ടീൻ പോലെ ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ അതിന്ന് അത് ഫോളോ ചെയ്യണമെന്നുണ്ട്. ആൻഡ് ഇന്ന് എനിക്ക് കുറച്ച് അധികം സബ്ജക്ട്സ് പഠിച്ചു തീർക്കണം. ബയോളജി പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, മാത്സ് പഠിക്കണം, പിന്നെ കുറച്ച് വർക്ക്സും ഉണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ആദ്യം വർക്ക്സ് എഴുതി തീർത്തിട്ട് നമുക്ക് പഠിക്കാതിരിക്കും. അതാകുമ്പോൾ പിന്നെ ഇപ്പോൾ പഠിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ ഇതായിരിക്കും ചിന്ത, ഇപ്പം ഇനി എഴുതാനുണ്ടല്ലോ. അപ്പം അതുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ എഴുതിയിട്ട് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത്, ഇപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതും കാണുന്നതും 9ലും 7ലും 8ലും ഞാൻ കുറേ കമൻസ് കാണാറുണ്ട്. +1 +2 പഠിക്കുന്ന ചേച്ചിമാരുടെ കമൻസ് ഒക്കെ കാണാറുണ്ട്. ആസ് എ 10th ഗ്രേഡർ എന്ന നിലയിൽ, ഒരു ബിഗ് സിസ്റ്റർ എന്നുള്ളൊരു നിലയിൽ നിന്നും ഞാൻ 9th-ലും 8th-ലും 5th-ലും 6th-ലും 7th-ലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു അഡ്വൈസ് തരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല 10th. നിങ്ങളെ ചുറ്റിലും കുറേ ആൾക്കാർ ഇങ്ങനെ പ്രഷർ ചെയ്യും. എന്ന് വെച്ചാൽ 10th ആണ്, ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യും. നിങ്ങൾ ഒരു പറയുന്നത് മൈൻഡ് ആക്കണ്ട. ഫസ്റ്റ് മുതൽ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിച്ചു പോവുക. എസ്പെഷ്യലി സോഷ്യൽ മല പോലെയാണ്, തീരൂല. പഠിച്ചാലും റിവിഷൻ ടൈമിലൊക്കെ കുറേ ഉണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ അന്നന്ന് എടുത്തതൊക്കെ അന്നന്ന് പഠിച്ച് പോവുക. എസ്പെഷ്യലി ഹിസ്റ്ററി എല്ലാം ഒന്നും തീരൂല ലാസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ അന്നന്ന് എടുത്തെല്ലാം പഠിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ബാക്ക്ലോഗ് വന്നിട്ടുണ്ട്. അപ്പം അതിന്ന് തീർക്കണം. ഇന്നല്ല, ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് തീർക്കണം. പിന്നൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന ടൈമിൽ, എസ്പെഷ്യലി 10ാം ക്ലാസ് ആണെങ്കിൽ കുറച്ച് ഒന്ന് ആലോചിക്കുക. കാരണം നമ്മളെ ഫ്രണ്ട്സ് എങ്ങനെയാണോ അത് നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളെ ഫ്രണ്ട്സിന് ഇപ്പോൾ പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്കും പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരും. നമ്മളെ ഫ്രണ്ട്സ് കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാവും. 10th ആയതുകൊണ്ട് തന്നെ കുറച്ച് ചൂസ് ചെയ്യുമ്പോൾ ചൂസ് വൈസ്ലി. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ് ആയതുകൊണ്ട് ഫുൾ എൻ്റർടൈൻമെൻറ്റ് മാറ്റി വെച്ച് പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് എൻ്റർടൈൻമെൻറ്റിൽ ചെയ്യാം. വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെ മേളയിലെല്ലാം പോകുന്ന പിള്ളേർക്ക് പോവാം. ഞാനിങ്ങനെ കഴിഞ്ഞ കൊല്ലം 2 കൊല്ലം പോയിട്ടുണ്ട്, ജില്ലയും സബ് ജില്ലയും. അപ്പോൾ അതൊന്നും വലിയ സീനില്ല. അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളതിന് ചേർന്നു. ഞാനിപ്പോൾ ഈ ചാനലും ഇൻസ്റ്റയും 10th-ഉം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. ഇപ്പം നമുക്ക് പോയിട്ട് നമ്മളെ വർക്ക്സ് എല്ലാം തീർക്കാം. സോ ഐ ഷോ യു ഇന്നത്തെ ഹോം വർക്ക്സ്, അല്ലെങ്കിൽ ഇന്നത്തെ ഇനി തീർക്കാനുള്ള സംഭവം. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് 15ാം തീയതിയാണ്, എഡിറ്റ് ചെയ്യുന്നത് 20ാം തീയതിയാണ്. അതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും മോർണിംഗ് ക്ലാസ് ഉണ്ടാവും, ഈവനിങ് ക്ലാസ് ഉണ്ടാവും, സാറ്റർഡേ ക്ലാസ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് വന്നതിനാൽ നമ്മൾ മനുഷ്യന്മാരാണ്, ക്ഷീണമൊക്കെ ഉണ്ടാവും. ഞാൻ ഉറങ്ങി രാത്രി ഞാൻ ലേറ്റായിട്ട് എണീക്കും. പിന്നെ കുറേ ഹോം വർക്കിൻ്റെ കുറേ ഉണ്ടാവും. അതൊക്കെ ചെയ്തതിനെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ടൈം. ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പം ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഞാൻ.
ഫസ്റ്റ് ഞാൻ മാത്സിൻ്റെ ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നത്. മാത്സ് നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു 3 ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞ്, 3 ചാപ്റ്റർ എടുത്തോ അറിയില്ല, 2 ചാപ്റ്റർ കഴിഞ്ഞു തോന്നുന്നു. സോ ഞാൻ മാത്സിൻ്റെ ഹോംവർക്ക് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ബയോളജി പഠിക്കാനുണ്ട്. ബയോളജി ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ ആകെ DNA അടവരെ എത്തിയിട്ടുള്ളൂ പഠിച്ചിട്ട്. അപ്പോൾ അത് കുറച്ച് നല്ലോണം പഠിക്കണം. ആ ചാപ്റ്റർ ഇന്ന് ഫുള്ളാക്കണം. കാരണം ബാക്കി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. തേഴ്സ്ഡേ അതിൻ്റെ പരീക്ഷയാണ്, ഫ്രൈഡേ അതിൻ്റെ എക്സാം ഉണ്ട്. 2 പാർട്ടാക്കിയിട്ട് പകുതി ആക്കിയിട്ട് അപ്പോൾ പഴയെല്ലാം കൊണ്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ ബയോളജി പഠിക്കാറ്. ബയോളജീൻ്റെ ഇത് എൻ്റെ വീട്ടിൽ ഞാൻ പഠിക്കാൻ യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ലാപ്പുണ്ട്. അപ്പോൾ ക്ലാസ് കട്ടിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. വീട്ടിൽ എപ്പോഴത്തെ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബയോളജി ഒന്നും ടീച്ചേഴ്സ് എടുക്കുന്ന മനസ്സിലാകുന്നില്ല, ഓൺലൈൻ ടീച്ചേഴ്സ് എടുക്കുന്ന മനസ്സിലാകുന്നില്ലെങ്കിൽ സമഗ്ര പ്ലസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏതാണോ മീഡിയം ക്ലാസ് സെലക്ട് ചെയ്തിട്ട് അതിൽ വീഡിയോസ് ഉണ്ട്. അത് കണ്ടുകഴിഞ്ഞാൽ കുറച്ച് ഐഡിയ കിട്ടും. കാരണം അതിപ്പോൾ ഒരു 3D അതിൻ്റെ മോഡലിൻ്റെ വീഡിയോസ് കാണിച്ചിട്ട്, ഡിവിൻ്റെ വീഡിയോസ് കാണിച്ചിട്ട് അത് ഒന്ന് കണ്ടുവെക്കും. മേ ബി വീഡിയോസ്